സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഏപ്രിൽ 29 നടക്കും. 2000 കോടി കടമെടുക്കുന്നത് ശമ്പളവും പെൻഷനും നൽകാനായിരിക്കും. ഈ വർഷം കടമെടുക്കാൻ സാധിക്കുന്നത് 45,000 കോടിയാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയിലേക്ക് ഉയരുമ്പോഴാണ് വീണ്ടും കടമെടുക്കുന്നത്. ജനം ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത. വിവരങ്ങൾ പ്രജിത് മോഹനൻ നൽകും. പ്രജിത്ത്, വീണ്ടും കടക്കണിയിൽ വിവരങ്ങൾ. അനു, അങ്ങനെ സർക്കാർ ഈ വർഷത്തെ ആദ്യത്തെ കടമെടുപ്പ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പറയുന്ന ഏപ്രിൽ 29 മുംബൈ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി ഈ കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. 2000 കോടിയാണ് സർക്കാർ ഈ ആദ്യ കടമെടുപ്പിൽ അല്ലെങ്കിൽ സ്വരൂപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് സംബന്ധിച്ച കടപ്പത്രങ്ങളുടെ ലേലം ഏപ്രിൽ 29 നടക്കും. നിലവിൽ സംസ്ഥാനത്തിന്റെ ഖജനാവ് ഏതാണ്ട് കാര്യമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും നൽകണമെങ്കിൽ കടമെടുക്കാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടമെടുക്കുന്ന തുകയും ശമ്പളവും പെൻഷനും നൽകാനായിരിക്കും സർക്കാർ ഉപയോഗിക്കുന്നത്. കനത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുകയാണ്. അതിനിടയിൽ ഒരു വശത്തോടുകൂടി വാർഷികാഘോഷ ധൂർത്തുമൊക്കെ തുടരുന്നു. ആ ധൂർത്തുമൊക്കെ നടക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നതിനൊക്കെയുള്ള പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടമെടുപ്പിലേക്ക് പോകുന്നത്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുക ഏതാണ്ട് 45,000 കോടിയാണ്. പക്ഷേ ഈ കിഫ്ബി വഴി 29,000 കോടി ഇപ്പോൾ തന്നെ കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടി ഈ കടമെടുപ്പ് പരിധിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവ് കേന്ദ്ര സർക്കാർ വരുത്തുമോ എന്നുള്ള ആശങ്കയും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക 37,512 കോടിയായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ ഒരു സാമ്പത്തിക ദുരന്തവും സംസ്ഥാന സർക്കാരിന്റെ ഈ പിടിപ്പുകേടുകൾ കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ മുഴുവൻ അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ കേന്ദ്രം കൂടുതൽ കടമെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി സർക്കാർ നൽകിയിരുന്നു, കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അങ്ങനെ ഏതാണ്ട് 48,864 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേരളം കടമെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇളവുകളോ നിയന്ത്രണങ്ങളോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നോ എന്നതൊക്കെ ഈ വർഷത്തെ സാമ്പത്തിക പ്രവർത്തികൾക്കും കടമെടുപ്പിനും ഒക്കെ നിർണായകമായിരിക്കും. എന്തായാലും ഏതാണ്ട് 6 ലക്ഷം കോടിയിലേക്ക് അടുക്കുന്നു സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പലവട്ടവും ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതും സാമ്പത്തിക മിസ്മാനേജ്മെന്റും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടവയാണ്. സുപ്രീം കോടതി അടക്കം വിമർശനങ്ങൾ ഉയർത്തിപ്പെട്ട സാഹചര്യവുമുണ്ട്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇത്രയധികം 48,000 കോടിയിലധികം കടമെടുത്തെങ്കിലും സംസ്ഥാനത്തെ പല പദ്ധതി നിർവഹണ ചെലവുകൾ പോലും കൃത്യമായി നടപ്പിലാക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 80% വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യവും സംസ്ഥാനത്തുണ്ടായിരുന്നു. സർക്കാർ പിടിച്ചിരുന്നത് പോലും വിവിധ വകുപ്പുകളിൽ നിന്നും സേവനങ്ങൾക്കുമൊക്കെയുള്ള ഫീസുകൾ കുത്തനെ കൂട്ടിയും മറ്റ് സർവീസുകൾക്കും അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഈ വർഷവും ആ രീതിയിൽ തന്നെയുള്ള നിയന്ത്രണങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ ചെലവുകൾക്കും ശമ്പളത്തിനും പെൻഷനും ഒക്കെ നൽകാനായി ഇത്ര വലിയ രൂപ കടമെടുക്കുന്നതോടുകൂടി വരും വർഷവും സമാനമായ രീതിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ തുടരും, നിയന്ത്രണങ്ങൾ തുടരും, വകുപ്പുകൾക്ക് പണം ചെലവഴിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും തുടരും. അതോടൊപ്പം തന്നെ കൂടുതൽ കടമെടുത്ത് മാത്രം കേരളത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ദുരന്താവസ്ഥയിലേക്ക് തന്നെ ഈ സാമ്പത്തിക വർഷവും കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അനു, ശരി പ്രജിത്ത്.